ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ചുരിദാറിൻ്റെ സ്ലിറ്റ് എങ്ങനെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ സാധാരണ പോലെ ചുരിദാറിൻ്റെ ഹിപ്പ് അതുപോലെ വേസ്റ്റ് എല്ലാം അളന്ന് സ്റ്റിച്ച് ചെയ്ത് ആ ഹിപ്പിൻ്റെ അവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തിയിട്ടുണ്ട്. താഴേക്ക് എന്നിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ഹിപ്പിൻ്റെ അവിടെ നിന്ന് നമുക്ക് ശരിക്കും 1 ഇഞ്ച് വിട്ട് മതി തയ്യൽ തുമ്പായിട്ട്. അതായത് നമുക്ക് സ്ലിറ്റ് മടക്കി അടിക്കാനായിട്ട് 1 ഇഞ്ച് മതി. എത്രത്തോളം തുണിയുണ്ടെങ്കിലും നമ്മൾ ആ 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പായിട്ട് ഇട്ടതിന് ശേഷം ബാക്കി കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. അധികം തുണി അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്ലിറ്റ് ശരിയാവില്ല. ഇപ്പം ഞാൻ 8 വയസ്സുള്ള പ്രായമുള്ള ഒരു കുട്ടിക്ക് എടുത്തേക്കണതാണ്. അപ്പോൾ തുണി 4ആയിട്ട് മടക്കി ഇട്ടേക്കണ കാരണം ഒരു സൈഡിൽ, അതായത് സ്ലിറ്റിൻ്റെ ആ സൈഡിൽ 6 ഇഞ്ചാണ് വിട്ട് വരുന്നത്. അപ്പോൾ ആ 6 ഇഞ്ച് തന്നെ താഴേക്ക് എടുക്കുക. ഏറ്റവും താഴെയും 6 ഇഞ്ച് എടുക്കുകയാണെങ്കിൽ സ്ലിറ്റ് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരും. ഇനിയിപ്പോൾ മുകളിൽ 6ഉം താഴെ 7 എടുത്താലും കുഴപ്പമില്ല. 1 ഇഞ്ചൊക്കെ കൂടുതൽ എടുക്കാം. അതല്ല ഇനിയിപ്പോൾ അതിനേക്കാൾ കൂടുതൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ആ സ്ലിറ്റ് ഒരു ചെരിവ് പോലെ നമുക്ക് വരും. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ശരിയാവില്ല. എപ്പോഴും നല്ല സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുക തന്നെയാണ് നല്ലത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ചെരിവൊന്നുമില്ലാതെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ചുരിദാറിൻ്റെ തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലൈനിങ്ങും മെയിൻ പീസും കൂടെ അറ്റാച്ച് ചെയ്ത് സൈഡ് വഴി അടിച്ചിട്ടുണ്ട്. ഇനി ആ ഒരു പോയിൻ്റ് കണ്ടോ, ഞാൻ കൈ പിടിച്ചേക്കണ ആ പോയിന്റിൽ നിന്ന് ആ ഒരു ലൈൻ വരച്ചേക്കണേ, ആ ലൈനിൽ കൂടി തന്നെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഏറ്റവും വലിയ കാണി ഇട്ടതിന് ശേഷം മാത്രം ചെയ്യുക. നമുക്കത് അഴിച്ച് മാറ്റാനുള്ളതാണ്. ഇപ്പം ഞാൻ മാർക്ക് ചെയ്തേക്കണ പോയിൻ്റാണ് നമ്മുടെ കറക്റ്റ് പോയിൻ്റ്. ആ പോയിന്റിൽ നിന്ന് തുടങ്ങി നേരെ താഴേക്ക് ഏറ്റവും താഴ്ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക മൊത്തം. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നിവർത്തിയിടാം. നിവർത്തിയിടുമ്പോൾ ഇങ്ങനെ ഇരിക്കും. 1 ഇഞ്ച് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തയ്യൽ തുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. 1/2 ഇഞ്ച് മടക്കി ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കറക്റ്റായിട്ട് മടക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുമോ അങ്ങനെ കൂടുതലോ കുറവോ ഒന്നും വരില്ല. എല്ലാം കൃത്യമായിട്ട് വരും. അപ്പോൾ ഞാനത് ഏകദേശം തയ്ച്ച് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു നടുക്ക് നമ്മൾ ആ ഒരു വലിയ കണിയിട്ട് അടിച്ചേക്കണ ആ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിന് നമ്മൾ സാധാരണ നൂലൊക്കെ അഴിക്കാൻ ഉപയോഗിക്കില്ലേ, സ്റ്റിച്ചസൊക്കെ അഴിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് അഴിച്ചെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ബ്ലേഡ് വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടാൽ മതി. വലിച്ച് കീറരുത്. വലിച്ച് കീറി കഴിഞ്ഞാൽ മൊത്തം കീറിപ്പോവും. അപ്പോൾ 1-2 സ്റ്റിച്ച് വിടുവിച്ചതിന് ശേഷം ഒന്ന് പതുക്കെ വലിച്ച് കഴിയുമ്പോൾ 2-3 സ്റ്റിച്ച് പെട്ടെന്ന് തന്നെ ഇതായി പോവും. അങ്ങനെ നമുക്കത് മുഴുവൻ അഴിച്ചെടുക്കാം. വളരെ ഈസിയാണ്. ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മെത്തേഡാണിത്. അപ്പോൾ നമ്മുടെ സ്ലിറ്റ് കണ്ടോ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ സൈഡ് വഴി ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ചെറിയ എന്തെങ്കിലും ചുളിവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സൈഡ് വഴി ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് വന്നോളും. സാധാരണ റെഡിമെയ്ഡ് ചുരിദാറിനൊന്നും അങ്ങനെ സൈഡ് വഴി അടിക്കാറില്ല. ഒറ്റ സ്റ്റിച്ചേ കാണുള്ളൂ. അപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ സ്ലിറ്റ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.